نحمده نصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. السلام عليكم ورحمة الله وبركاته. ജേർണി ഓഫ് ദ സോൾ എന്ന് ചെയ്യാൻ പോകുന്നത് ബുക്ക് ഓഫ് ഡീഡ്സ് അല്ലെങ്കിൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൊടുക്കുന്ന ആ ഒരു ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് എന്തായിരുന്നു? ഇൻറ്റർസെഷനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേജർ ഷഫാഅത്ത്, പിന്നെ ഒരു 7 ഇൻറ്റർസെഷൻ്റെ ആരെല്ലാണ് അതിൽ വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ, അതായത് ഇത് ഞാൻ പറഞ്ഞതുപോലെ ഈ സീക്വൻസ് നമ്മൾക്ക് അതായത് ഇത് കഴിഞ്ഞിട്ടാണ് ഇതൊന്നും പറയാൻ പറ്റൂല. എല്ലാം ഒരേ ഒരു സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഈ സ്കോളേഴ്സ് ഇങ്ങനെ അതായത് ഹദീസുകളിലും നോക്കിയിട്ടും പിന്നെ ഖുർആനിൽ നോക്കിയിട്ടെല്ലാമാണ് ഇത് ആക്കി വെച്ചിട്ടുള്ളത്. എന്നാലും അവരും പറയും നമ്മൾക്ക് അറിയില്ല, കാരണം ഇതെല്ലാം എന്താ പറയുക, ഗൈബായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അൺസീൻ. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റൂല. പക്ഷേ ഇതിൽ നിന്ന്, അതായത് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമാണ് ഇതെല്ലാം ഒത്തൻറ്റിക് ആയിട്ടുള്ള ഹദീസുകൾ. ഓക്കെ, അതിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത്. അപ്പം ഇൻറ്റർസെഷനും ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ആകാശങ്ങൾ ഇങ്ങനെ ഇരുടായിട്ട് വരും. അപ്പം പിന്നെ ആൾക്കാരെല്ലാം മേലോട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഓക്കെ, അതായത് അവരവരെ ബുക്ക് ഓഫ് ഡീഡ്സ്. അതിപ്പോൾ ഈ ബുക്ക് ഏത് കോലത്തിലാണ്, ഇപ്പം നമ്മളെ ദുനിയയിലുള്ള ബുക്കാണോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടല്ലോ ബുക്ക് ഓഫ് ഡീഡ്സ്. എന്നിട്ട് അത് ഇങ്ങനെ ഇറങ്ങി വരും, ഓരോരാളെ മേത്ത്, അതായത് ഓരോരാളെ കൈകളിൽ വന്ന് വീഴും. ഓക്കെ, വഇദ സുഹുഫു നുഷിറത്ത്, അതായത് സ്ക്രോൾസ് ഓഫ് ഡീഡ്സ് ആർ സ്പ്രെഡ് ഔട്ട്. ചിലതിങ്ങനെ എല്ലാവരും കാണത്തക്ക തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മേലേന്ന് ഇങ്ങനെ, അതായത് റൈറ്റിലും ലെഫ്റ്റിലും ബാക്കിലും എല്ലാം വീഴുന്നതാണ്. ഈ ബാക്കിൽ എന്തുകൊണ്ടാണ് വീഴുന്നത്? ആൾക്കാർക്ക് ഇത് റൈറ്റ് കിട്ടുമ്പം മറ്റുള്ള ആൾക്കാർ അവരെ കാണുമ്പോൾ അവർ നല്ല സന്തോഷത്തിലായിരിക്കും ആ റൈറ്റിൽ കിട്ടിയത്. ലെഫ്റ്റ് കിട്ടിയവരെല്ലാം കുറച്ചൊരു മുഖമെല്ലാം ഇരുട് ആയിട്ടുണ്ടാവും, അതായത് മുഖം കുറച്ച് മങ്ങിയിട്ടായിരിക്കും ഉണ്ടാവാൻ, പേടിച്ചിട്ട്. അപ്പം ഈ ബുക്ക് വരുമ്പം ഇവർ പേടിക്കും, ഇവരെ ലെഫ്റ്റിലേക്കാണ് വരാൻ പോകുന്നതെന്ന് ഇവർക്ക് പേടി തോന്നുന്നുണ്ട്. അന്നേരമാണ് ഇവർ ബാക്കിൽ കൈവെക്കും. ഓക്കെ, ബാക്കിൽ കൈവച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബാക്കിൽ കൈ അങ്ങ് എടുത്തിട്ട് വെക്കും, ലെഫ്റ്റ് ഹാൻഡ്. അപ്പം ബാക്കിൽ നിന്ന് വന്നിട്ട് വീഴും ആ ബുക്ക്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം എന്തെന്നാണ് ഈ റെക്കോർഡ്സിലുള്ളത്? ഈ ബുക്കിൽ എന്താണുള്ളത്? നമ്മൾ ചെയ്ത് കൂട്ടിയ എല്ലാ കാര്യങ്ങളും വള്ളി തെറ്റാതെ അതിലുണ്ടാവും. അത് സൂറ അൽ കഹ്ഫിൽ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്തിൽ അതിൽ പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? അതായത് ആയ നമ്പർ 49. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം വവുദിയൽ കിതാബ്. എന്താണ്? അതായത് ബുക്കുകളെല്ലാം ഉണ്ടാവും മുമ്പിൽ തന്നെ. ഓക്കെ, ബുക്കുകളെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ബുക്കുകൾ അവരവരെ കൈകളിൽ എവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഫതറൽ മുജിരിമീന, അതായത് ക്രിമിനൽസ്. ഇവിടെ ക്രൈം എന്താണ്? അള്ളാഹ്ക്ക് ഹക്ക് കൊടുക്കാത്തത്, ആ തൗഹീദ് ഇല്ലാത്തതാണ് ക്രൈം. ഷിർക്കാണ് മേജർ ക്രൈം ഇവിടെ പറയുന്നത്. മുജിരിമീന മുഷ്ഫിഖീന. ഓക്കെ, മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന. എന്തെന്നാണത്? മുഷ്ഫിഖീന, അവരിങ്ങനെ പേടിച്ചിട്ടാണുള്ളത്, എന്തോളീ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവർ പറയും, ഇത് ബുക്ക് നോക്കിയിട്ട്, ബുക്ക് നോക്കി അവർ വായിച്ച് എന്താണ് അതിലുള്ളത് എന്ന് അവർ പറയും. വയഖൂലൂന യാ വൈലത്തന, എന്ന് പറയൂലേ. അതായത് വൈലത്തന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ? അതായത് നമ്മളിങ്ങനെ പറയും, നാശമേന്ന് പറയൂലേ, അങ്ങനെയായി ഇത്. ഓക്കെ, യാ വൈലത്തന മാലി ഹാദൽ കിതാബ്, ഇതെന്ത് ബുക്കാണിത്? ഇതാണ് ഇവർ പറയാൻ. ഈ ബുക്ക് കണ്ടിട്ട് അതിലുള്ള എല്ലാം വള്ളി തെറ്റാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് ക്രിമിനൽസ് അത് കണ്ട് പേടിച്ചിട്ട് അവർ പറയും, ഇത് എന്ത് ബുക്കാണിത്? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ഒരു കാര്യവും ഈ ബുക്കിൽ വിട്ടിട്ടില്ലല്ലോ, ചെറുതും വലുതും എല്ലാം അത് അതേപടി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം കറക്റ്റായിട്ട് അഹ്സാഹ, കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് എന്താണ് ചെയ്തത് എന്ന്. വജദു മാ അമിലു ഹാദിറ, അതായത് അവർ കാണും, അവരെ അമലുകളെല്ലാം പ്രസൻറ്റഡ് ബിഫോർ ദം, അവർ ചെയ്തു കൂട്ടി എല്ലാം അവർ കാണുന്നുണ്ട്.
വലാ യദ്ലിമു റബ്ബുക അഹദാ. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഒരു ദുൽമും ചെയ്യൂല. ഇത് കാട്ടിക്കൂട്ടിയത് തന്നെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഒരൊറ്റ കളവ് അതിലില്ല. അതിൽ അവർ ചെയ്ത അവർക്കും അതറിയാം. ഓക്കെ, അതായത് ഈ ബുക്കിലുള്ളത് എന്താണ്, നമ്മൾ എന്താണ് ചെയ്തത്, എപ്പം ചെയ്ത്, എങ്ങനെ ചെയ്ത്, ഏത് നിയത്തിലാണ് ചെയ്തത്, ഏതെല്ലാം മോഡലിലാണ് ചെയ്തത്, എല്ലാം മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്നേരത്തെ ഫീലിംഗ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഇതുവരെ ജഡ്ജ്മെന്റ് നടന്നിട്ടില്ല. ഇപ്പം നമ്മൾക്ക് നമ്മളെ റിപ്പോർട്ട് കാർഡ് കിട്ടി മുമ്പിൽ. ഇതാണ് റിപ്പോർട്ട് കാർഡ്. നമ്മളെ റിപ്പോർട്ട് കാർഡ് നമ്മളെ കിട്ടി. ഇനിയാണ് ജഡ്ജ്മെന്റ് തുടങ്ങാൻ. ഓക്കെ, ഈ ജഡ്ജ്മെന്റ് എല്ലാവരെയും പല മോഡലിലാണ് ജഡ്ജ് ചെയ്യാൻ. അതായത് എല്ലാവർക്കും ഒരുപോലെയല്ല, കാരണം എല്ലാവരും അമലുകളും ഒരുപോലെ അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരുടെ ജഡ്ജ്മെൻറ്റും വേറെ വേറെ മോഡലിലായിരിക്കും. ഓക്കെ, അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ. ഓക്കെ, ആരെയാണ് അന്ന് ജഡ്ജ്മെൻറ്റ് നടക്കാൻ പോകുന്നത്, അവരെല്ലാം ദേ ആർ ഡൂംഡ് എന്ന്, അതായത് അവരെല്ലാം നശിക്കും എന്ന്. ഓക്കെ, അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, യാ റസൂലല്ലാഹ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? സൂറ ഇൻഷിഖാഖിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി. അതായത് ആർക്കാണ് അവരെ റൈറ്റ് ഹാൻഡിൽ ബുക്ക് കിട്ടുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവർക്ക് ഈസി അക്കൗണ്ടിങ് ആയിരിക്കും എന്ന്. അപ്പോൾ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, അതായത് യാ റസൂലല്ലാഹ്, ഇതെന്താ ഇങ്ങനെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അപ്പം എങ്ങനെ അങ്ങനെ ആവാനെന്ന്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെക്കോർഡ്സ് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഓക്കെ, പക്ഷേ അതായത് ചിലവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ജസ്റ്റ് നോക്കും. ഓക്കെ, എല്ലാം കാണും, എല്ലാം അറിയാം, അവർ ചെയ്ത് കൂട്ടി അതെല്ലാം അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും ചോദിക്കൂല. അതാണ് ഈസി അക്കൗണ്ടിങ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും ചോദിക്കൂല. ഓക്കെ, പക്ഷേ എങ്ങനെയാണ് ഇത് നാശമായി പോകുന്നത് ആൾക്കാർ, അതായത് ഈച്ച് ആൻഡ് എവ്രിതിങ് വിൽ ബി ക്വസ്റ്റ്യൻഡ് അബൌട്ട്. ഓക്കെ, അതായത് ഓരോ കാര്യങ്ങൾ, എന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പം ഈ പാർട്ടി കിടന്ന് ആർഗ്യൂ ചെയ്യും, ഞാനങ്ങനെ ചെയ്തിക്കില്ല. അവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെ കാര്യം പോക്കായിരിക്കും എന്ന്. ഓക്കെ, പിന്നെ ചിലവരെ അല്ലാഹു സുബ്ഹാനഹു വതആല സീക്രട്ടായിട്ട് വിളിപ്പിക്കും. ഓക്കെ, സീക്രട്ടായിട്ട് വിളിപ്പിച്ചിട്ട് ആരും അറിയൂല. അതായത് അത് അള്ളയും അവരും മാത്രമായിരിക്കും. ചിലത് പബ്ലിക്കായിട്ടായിരിക്കും, അതായത് എല്ലാവരും അറിയൂ ഇവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചൊക്കെയാ നമ്മളിങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു പോയിട്ട് എല്ലാവരും അറിയുന്നതും എന്തൊരു ഹ്യൂമിലിയേഷൻ ആയിരിക്കും അന്നത്തെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ ഇതിൽ നിന്നെല്ലാം, ആ ഹ്യൂമിലിയേഷൻ നിന്നെല്ലാം. അതല്ലേ വലാ തുഹ്സിനി യൗമ യുബ്അസൂൻ എന്ന് പറയുന്നില്ലേ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു ദുആ ചൊല്ലുന്നില്ലേ, അതായത് യാ റബ്ബേ അന്നത്തെ ദിവസം എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യല്ലേ എന്ന്. അതുപോലെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം ശരിക്കും. ഓക്കെ, മലക്കുകൾ ഓരോരാളായിട്ട് മലക്കുകൾ ഇങ്ങനെ വിളിപ്പിക്കും. ഓക്കെ, മലക്കുകൾ ഇങ്ങനെ ഓരോന്നായി വിളിക്കും. അപ്പോൾ ആരെല്ലാണ് ആർഗ്യൂ ചെയ്യാൻ നിൽക്കാൻ? ഓക്കെ, ഒന്ന് ആർഗ്യൂ ചെയ്യാൻ ഈ ഡിസ്ബിലീവേഴ്സ്, കാഫിറുകൾ, അവരിങ്ങനെ ഇവിടുന്ന് തർക്കിച്ചതുപോലെ തന്നെ അവിടുന്ന് അവർ തർക്കിക്കും. ഓക്കെ, പിന്നെ ആരാണ്? മുസ്ലിംസ് മേജർ സിൻ ചെയ്തവർ മുസ്ലിംസ് ആണ്, പക്ഷെ അവർ മേജർ സിൻ ചെയ്ത്. ഓക്കെ, അവരെല്ലാം ആർഗ്യൂ ചെയ്യും. ഓക്കെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. ഓക്കെ, ഒരു ഹദീസ് ഉണ്ട്, ഇത് സഹീഹ് മുസ്ലിമിലാണ് ഈ ഹദീസ് ഉള്ളത്. ഓക്കെ, ഒരാളെ കൊണ്ടുവരും അല്ലാഹു സുബ്ഹാനഹു വതആല. ഓക്കെ, എന്നിട്ട് ഇയാൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും ഈ കാര്യങ്ങളെല്ലാം, അതായത് മലക്കുകൾ പറയും, വിറ്റ്നസ്, റെക്കോർഡ് ബുക്ക് എല്ലാം പറയുന്നുണ്ട്. അപ്പം ഇയാൾ പറയും, ഇതൊന്നും ഞാൻ ഏറ്റെടുക്കൂല, ഇതെല്ലാം കളവ് പറയുന്നതാണ്. ഓക്കെ, ഇതൊന്നും അള്ളയല്ലേ പറഞ്ഞത്, ആർക്കും ദുൽമ ചെയ്യൂല, അള്ള എല്ലാവരതും കേൾക്കുമെന്ന്. ഓക്കെ, അന്നേരം അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് അയാൾ പറയും, ഞാനിവർ പറയുന്നതൊന്നും ഐ ഡു നോട്ട് ആക്സെപ്റ്റ് എന്ന്. അതായത് മലക്ക് പറയുന്നതും ഈ ബുക്കിൽ എഴുതിയതൊന്നും ഇതൊന്നും ശരിയൊന്നുമില്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂല.
അന്നേരം അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെയും ചോദിക്കും, അതായത് നിനക്ക് ഞാൻ കണ്ടതും ഈ മലക്കുകൾ കണ്ടതും എഴുതി വെച്ചതും ഒന്നും നിനക്ക് സ്വീകരിക്കണ്ട. അപ്പം ഇയാൾ പറയും വേണ്ട, ഇല്ല, ഇത് ഞാൻ സ്വീകരിക്കൂല. അത് 3 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും. ഓക്കെ, 3 പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യം ചോദിക്കും. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് ചെയ്യാൻ? അയാളെ വായി അങ്ങ് മൂടും. ഓക്കെ, അയാളെ വായി അങ്ങ് മൂടിയിട്ട് അയാളെ കയ്യും കാലും എന്തെല്ലാണ് എല്ലാ അവയവങ്ങളും അയാളത് സംസാരിക്കും. അതായത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയും, ഞാനിത് ചോദിച്ചത് നിനക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന്. നിനക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയും. കാരണം സൂറ യാസീനിൽ പറയുന്നുണ്ടല്ലോ. അതായത് എന്താണ് സൂറ യാസീനിൽ പറയുന്നത്? സൂറ യാസീനിൽ പറയുന്ന അള്ളാഹു സുബ്ഹാനഹു തആല അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നത്തെ ദിവസം നമ്മൾ അവരെ വായി മൂടിക്കെട്ടി. വതുകല്ലിമുന ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതായത് അവരെ കൈകളും അവരെ കാലുകളും അവർ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷി നിൽക്കും അവർ പറയാൻ തുടങ്ങും. അപ്പം അതാണ്. അപ്പം എത്ര ഇയാൾ ഞാനിത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവയവങ്ങൾ നമ്മൾക്കെതിരെയായിരിക്കും അന്ന് സംസാരിക്കാൻ, അങ്ങനെ ചെയ്തതാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. പിന്നെന്തെന്നാണ്, പിന്നെ ഒരു നല്ല ഹദീസ് ഉണ്ട്. അതായത് ഈ ഹദീസ് എന്താണ്? ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ ബിലീവറിൻ്റെ, ഇത് ബിലീവറാണ്. ഓക്കെ, ഈ ബിലീവറിൻ്റെ സിൻസ് ഹൈഡ് ചെയ്യും. അത് നോക്കിക്കോ എന്താണെന്ന്. ഓക്കെ, അപ്പം ഈ ഹദീസ് ഉള്ളത് ബുഖാരിയിലാണ്. ഓക്കെ, അബ്ദുള്ള ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മുഅ്മിനെ, ഓക്കെ, ഒരു മുഅ്മിനെ, ബിലീവറിനെ അടുത്ത് വരുത്തിക്കും. ഓക്കെ, അടുത്ത് വരുത്തിക്കും. എന്നിട്ട് ഇങ്ങനെ പറയൂ, അതായത് അടുത്ത് വാ എന്ന്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് കാണുന്നില്ല ആരും, അതൊരു വെളിച്ചമാണ്. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ആയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ആരും കാണൂല ഈ ഇബാദിയും അള്ളയും തമ്മിൽ എന്താണ് സംഭവിക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കാണിച്ചു കൊടുക്കും, അയാൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും. ഓക്കെ, എല്ലാ തെറ്റുകുറ്റങ്ങളും കാണിച്ചു കൊടുത്തിട്ട് പറയും, യാ അബ്ദി, നീ ഇന്നേ കാര്യം ചെയ്തില്ലേ? അന്നേരം ഇയാൾ പറയും, യാ റബ്ബി, ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ചോദിക്കൂ, അതായത് പിന്നെയും പലതും കാണിച്ചു കൊടുക്കും. അതായത് ബുക്കിങ്ങനെ മറിക്കുന്നോറും തെറ്റുകളേ ഉള്ളൂ. അതിങ്ങനെ കാണിച്ചു കൊടുത്ത് ലാസ്റ്റ് ഇയാൾ വിചാരിക്കും ഇയാളെ കാര്യം പോക്കാൻ നരകത്തിൽ തന്നെയായിരിക്കും, ഇനി ഒരു രക്ഷയില്ല എന്ന്. കാരണം അള്ളാഹ് എല്ലാം ചോദിച്ചില്ലേ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയും, നിന്നെ ഞാൻ ദുനിയയിൽ നിന്റെ തെറ്റുകളും കുറ്റങ്ങളെല്ലാം ഞാൻ മറച്ചു വെച്ച്, അതുകൊണ്ട് ഞാൻ ഈ ദിവസം ഈ തെറ്റുകുറ്റങ്ങളെല്ലാം മറച്ചു വെക്കാൻ പോകുന്ന. നീ ആഖിറത്തിലും നീ തെറ്റുകുറ്റങ്ങൾ ഇതിൽ മറച്ചു വെച്ചത് കൊണ്ട്. ഓക്കെ, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും, നീ ഇതെല്ലാം അറിഞ്ഞിട്ടില്ലേ ഇത് തെറ്റാണെന്ന്, പിന്നെ എന്തിനാണ് നീ ഇത് ചെയ്തത്? അന്നേരം എന്തിനാണ് ഇത് ഒളിച്ചിട്ട് ചെയ്തതെന്ന് പറയൂ. അന്നേരം പറയൂ, എനിക്കറിയാം തെറ്റാന്ന് യാ അള്ളാഹ്, എനിക്ക് ഭയങ്കര കുറവായിട്ടാണ് ഞാൻ മറ്റുള്ളവർ കാണാണ്ട് ചെയ്തത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല, അങ്ങനെയാണ് വേറെ നറേഷനിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ദുനിയയിൽ ഞാൻ നിന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം മറച്ചു വെച്ച്, അതുകൊണ്ട് ആഖിറത്തിലും ഇന്ന് ഞാൻ മറക്കുന്നതെന്ന്. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ ബാധി നോക്കുമ്പോൾ ബുക്കിലെല്ലാം നല്ല ഇതാണ്. അപ്പം അയാൾ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് തിരിച്ച്. ഓക്കെ, പിന്നെ ഇത് വേറൊരു നറേഷനിൽ പറയുന്നത്, ദുനിയയിൽ മറ്റുള്ളവരെ തെറ്റുകുറ്റങ്ങൾ ഇയാൾ മറച്ചു വെച്ചതുകൊണ്ട്, ആരോടും പറയാണ്ടും അതിങ്ങനെ കൊട്ടിഘോഷിക്കാണ്ടും എല്ലാം അയാൾ മറ്റുള്ളവരെ ഫോൾട്സ് ഹൈഡ് ചെയ്തത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അയാളുടെ ഫോൾട്സ് അന്നത്തെ ദിവസം ഹൈഡാക്കി. ഇതും പറയുന്നുണ്ട്. ഓക്കെ, ഒരു നറേഷനിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കുറ്റവും തെറ്റുമല്ല ചെയ്യുന്നത്, നമ്മളിങ്ങനെ പബ്ലിസൈസ് ചെയ്യരുത്. ചില ആൾക്കാരുണ്ടല്ലോ പലതും ചെയ്തിട്ട് പലതും ചെയ്യും, പല നോൺസെൻസും. അതിങ്ങനെ അഹങ്കാരത്തിൽ ഞാൻ ഇത് ചെയ്ത് അത് ചെയ്ത് ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും തന്നെ അങ്ങനെ ചെയ്തില്ല പലരും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തു തരൂല. കാരണം അത് പബ്ലിക് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഒരു ഉളുപ്പും ഇല്ല ഈ തെറ്റ് ചെയ്യുന്നതിന്.
അതുകൊണ്ടാണ് അത് പബ്ലിക്കായിട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് അതിൻ്റെ അർത്ഥം എല്ലാ തെറ്റും ഒളിച്ചു വെച്ച് ആരും അറിയാണ്ട് ചെയ്യണം എന്നല്ല. പക്ഷേ മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ളവരെ തെറ്റുകുറ്റങ്ങൾ ഒരിക്കലും പാടി നടക്കാനും പാടില്ല. കാരണം വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരെ തെറ്റുകുറ്റങ്ങൾ പാടി നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ തെറ്റുകുറ്റങ്ങൾ നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കുമെന്ന്. അപ്പം നമ്മൾ പാടി നടക്കരുത്. നേരെ മറിച്ച് നമ്മൾ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്ന നിയത്താണെങ്കിൽ അവരോട് സംസാരിക്കുക, അല്ലെ അവരോട് ഫസ്റ്റ് സംസാരിക്കാൻ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിക്കാൻ, അങ്ങനെ അവരെ നന്നാക്കുന്ന നിയത്താണെങ്കിൽ. ഈ പാടി നടക്കാൻ BBC റേഡിയോ പോലെ ഇവർ ചെയ്ത് കണ്ട അവർ ചെയ്ത് കണ്ട അതൊരിക്കലും പാടില്ല. ഓക്കെ ഓക്കെ അപ്പം ഈ ബുക്ക് ഓഫ് ഡീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യനിങ് തുടങ്ങാൻ. എന്തെല്ലാണ് ക്വസ്റ്റ്യനിങ് നടക്കാൻ പോകുന്നത്? ഓക്കെ, ഫസ്റ്റ് കാര്യം ചോദിക്കാൻ പോകുന്നത് എന്താണ്? ഫസ്റ്റ് കാര്യം ചോദിക്കാൻ പോകുന്നത് നമ്മളുടെ നിസ്കാരമാണ്. ഓക്കെ, ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് നമ്മളെ നിസ്കാരമാണ്. ഒരു ഹദീസിലുണ്ട്, ഓക്കെ, ഇത് തിർമിദിയിലും അന്നസായിലും അൽബാനിയിലും എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് സഹിയാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദ ഫസ്റ്റ് തിങ്, അതായത് ആദ്യത്തെ ഒരു കാര്യം, which a person will be accountable for on the day of resurrection. അതായത് ഈ അക്കൗണ്ട് ഫസ്റ്റ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ അക്കൗണ്ട് എടുക്കുന്നത് ഖിയാമത്ത് നാളിൻ്റെ അന്ന് എന്തെന്നാണ്? അവരുടെ നിസ്കാരം. അത് നല്ലതാണെങ്കിൽ സക്സസ്ഫുൾ. ഓക്കെ, അത് മോശമാണെങ്കിൽ പിന്നെ നഷ്ടക്കാരിൽ പെട്ടവരായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് അതായത് ഈ നിസ്കാരത്തിൻ്റെ കാര്യം എങ്ങനെയാണ് ചോദിക്കാൻ പോകുന്നത്? കറക്റ്റായിട്ട് തറോ ആൻഡ് പ്രിസൈസ് ഇൻറ്ററോഗേഷൻ. എങ്ങനെയാണ് നിങ്ങൾ നിസ്കരിച്ചത് അതാണ് നോക്കുന്നത്. ഏത് മോഡലിലാണ് നിങ്ങൾ വുളു എടുത്തത് അതാണ് നോക്കുന്നത്. നിങ്ങൾ സമയത്തിനാണോ നിസ്കരിച്ചത് അതാണ് നോക്കുന്നത്. ഇനി സമയത്തിനല്ലാണ്ട് അത് ഡീലേ ചെയ്തതാണെങ്കിൽ എന്തായിരുന്നു കാരണം? അത് ഡീലേ ആവാനുള്ള കാരണം ഫസ്റ്റ് നോക്കാൻ. ഓക്കെ, ഫർദായിട്ടുള്ള സ്ഥലമാണ് നോക്കാൻ, ഫർദ് നിസ്കാരം. അതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇതും ഹദീസിലുണ്ട്. ഓക്കെ, ഇതൊരു സഹി ഹദീസിൽ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എൻ്റെ അബ്ദിൻ്റെ മറ്റേ നിസ്കാരം നോക്കാൻ, അതായത് നഫൽ നിസ്കാരം നോക്കും, വോളണ്ടറി സല. ഓക്കെ, ഫർദല്ലാത്ത നിസ്കാരം അത് നോക്കാൻ. ഓക്കെ, അപ്പം ആ നിസ്കാരത്തിൽ എടുക്കാനുണ്ടെങ്കിൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ നിസ്കാരം നമ്മൾ ഏത് മോഡലിലാണ് ശരിയാക്കേണ്ടത്? അതായത് എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്? ഏത് ടൈമിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്? വെറുതെ ആണോ നമ്മൾ നിസ്കാരം ഇങ്ങനെ ലേറ്റ് ആക്കുന്നത്? ബാങ്ക് കൊടുത്ത ഉടനെ നമ്മൾ പോയിട്ട് നിസ്കരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഡീലേ വരാനുള്ള കാരണം എന്താണ്? അത് വാലിഡ് ആയിട്ടുള്ള കാരണമാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഡീലേ? ഇതെല്ലാം നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കും. ഫസ്റ്റ് പ്രെയർ അത് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ചോദിക്കും. അതിൽ ഒരു ഹദീസിൽ പറയുന്നത് എന്താണ്? ഓക്കെ, അതായത് 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾ. ഓക്കെ, ഇത് ഹസൻ ഹദീസാണ്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതായത് കുല്ലു ബനി ആദം, എല്ലാ ആദമിൻ്റെ മക്കളോടും ഈ 5 കാര്യം ചോദിക്കാതെ അവർ മുന്നോട്ട് കടത്തി വിടൂല. ഈ 5 കാര്യങ്ങൾ ചോദിക്കാതെ അവരെ മുന്നോട്ട് കടത്തി വിടൂല എന്ന്. ഈ ചോദ്യങ്ങൾ എന്തെല്ലാണ്? നമ്പർ 1, ഹൗ ഡിഡ് ഹി ലിവ് ഹിസ് ലൈഫ്? എങ്ങനെയായിരുന്നു ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? എങ്ങനെയായിരുന്നു ജീവിച്ചത്? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ചിട്ടാണോ? ഖുർആൻ ആൻഡ് സുന്ന ഫോളോ ചെയ്തിട്ടാണോ? ഇതാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരുന്നു ജീവിച്ചത്? നല്ലൊരു മുസ്ലിമായിട്ടാണോ ജീവിച്ചത് ഈ ദുനിയയിൽ? രണ്ടാമത്, എങ്ങനെയായിരുന്നു യൂട്ടിലൈസ് ചെയ്തത്? അതായത് ചെറുപ്പം, യൂത്ത്. ഓക്കെ, നമ്മളിൽ കുറേ ആൾക്കാരെ യൂത്ത് എല്ലാം പോയി കഴിഞ്ഞെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനിയും ടൈമുണ്ട്. ഇൻഷാ അള്ളാഹ് പഠിച്ചോൻ നമുക്ക് അതെല്ലാം പുറത്തിരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകളും അറിഞ്ഞും കൊണ്ട് ചെയ്ത തെറ്റുകളും എല്ലാം പുറത്തു തരട്ടെ. ആമീൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ചെറുപ്പം യൂട്ടിലൈസ് ചെയ്തത്? വാട്ട് ഡിഡ് ഹി ഡു? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയായിരുന്നു വെൽത്ത് ഉണ്ടാക്കിയത്? ഹൗ ഡിഡ് ഹി ഏൺ ഹിസ് വെൽത്ത്? അതായത് ഹലാലായിട്ട് ആണോ സ്വത്തുക്കൾ ഉണ്ടാക്കിയത്? ഹലാലായിട്ടാണോ?
ഇതാണ് ചോദിക്കുന്നത്. ഓക്കെ, രണ്ടാമത് വെൽത്തിനെ പറ്റിയിട്ട് തന്നെയാണ്. ഹൗ ഡിഡ് ഹി സ്പെൻഡ് ഹിസ് വെൽത്ത്? ഈ വെൽത്ത് എങ്ങനെയായിരുന്നു സ്പെൻഡ് ചെയ്തത് ഈ ദുനിയയിൽ? അതായത് നല്ല കാര്യം ചെയ്തുകൊണ്ടാണോ സ്പെൻഡ് ചെയ്തത്? ചാരിറ്റി കൊടുത്തിട്ടാണോ? സക്കാത്ത് കൊടുത്തിട്ടാണോ? എങ്ങനെയായിരുന്നു ഈ വെൽത്ത് സ്പെൻഡ് ചെയ്തത്? ഓക്കെ, പിന്നെ ലാസ്റ്റത്തത് എന്തെന്നാണ്? നേടിയ ഇൽമ് അതേത് മോഡലിലായിരുന്നു അത് കൊണ്ടുപോയത്? അതായത് ഈ കിട്ടിയ ഇൽമെല്ലാം, നമ്മൾക്ക് കിട്ടുന്ന ഇൽമ് എന്തായാലും വേണം. കിട്ടിയ ഇൽമ് നമ്മൾ ഏത് മോഡലിലായിരുന്നു നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്? നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തോ ഇല്ലയോ? എങ്ങനെയായിരുന്നു? ഈ 5 ചോദ്യങ്ങൾ ചോദിക്കാതെ ബനി ആദം അതിൻ്റെ ഉത്തരം നൽകാതെ മുന്നോട്ട് കടത്തി വിടൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ എൻജോയ് ചെയ്ത എല്ലാ ബ്ലെസ്സിങ്സും അതിനെ പറ്റിയിട്ട് ചോദിക്കും. ഈ കിട്ടിയ ബ്ലെസ്സിങ്സ് കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? അതായത് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഹംദ് കാട്ടീനോ? നിങ്ങൾ ഈ ബ്ലെസ്സിങ് അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ വഴിക്കാണോ ചെലവഴിച്ചത്? അതായത് ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്, ഈ ബ്ലെസ്സിങ്സ് ഹൗ ഡിഡ് യു യൂട്ടിലൈസ് ഇറ്റ്? ഇതാണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ശരിക്ക് പറയാന്ന് വെച്ചാൽ ഇതെല്ലാം ഓക്കെ, ശരിക്ക് പറയാന്ന് വെച്ചാൽ ഇത് അള്ളാഹിൻ്റെ റഹ്മയാണ് നമ്മൾക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിക്കും ആലോചിച്ച് നോക്ക്. അതായത് നമ്മളിതൊന്നും അറിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അല്ലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ഇവിടെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ നമ്മൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നത്? ഒരു ഇതും ഇല്ലാണ്ട്, ഒരു ബോധവും ഇല്ലാണ്ട്, എന്ത് ഇഗ്നോറൻ്റ് ആയിട്ടായി ആണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഈ 5 ചോദ്യങ്ങൾ എപ്പോൾ എനിക്ക് പേടിപ്പെടുത്തുന്ന ചോദ്യങ്ങളായത് അല്ലേ? അതായത് നമ്മൾ ശരിക്ക് നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ 5 ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉത്തരം നൽകാൻ, എങ്ങനെയായിരുന്നു നമ്മൾ ഇതിവിടെ, പ്രത്യേകിച്ച് ലാസ്റ്റത്ത് വാട്ട് ഡിഡ് ഹി ഡു വിത്ത് ഹിസ് നോളേജ്? ഈ നോളേജ് കിട്ടിയിട്ട് എങ്ങനെയായിരുന്നു നമ്മൾ ആ നോളേജ് എന്തോ പഠിച്ച് അവിടെ ഇട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തോ എന്താ? ഇതാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും എന്താ പറയാൻ നല്ല ഇത് എന്താ പറയുക, നല്ല അക്കൽ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ ബുക്ക് റൈറ്റ് ഹാൻഡിൽ കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹിസാബുകളെല്ലാം നമ്മൾക്ക് ഈസി ആക്കി തരട്ടെ. അല്ലാഹുമ്മ ഹാസിബ്ന ഹിസാബൻ യസീറ. ഓ അള്ളാഹ്, മേക്ക് അവർ അക്കൗണ്ടിങ് ഈസി. ഇതെപ്പോഴും ദുആ ചെയ്യാൻ. അല്ലാഹുമ്മ ഹാസിബ്ന എന്ന് പറയുമ്പം എല്ലാവർക്കും പറയുന്നതാണ്. നമ്മൾക്ക് ഒറ്റക്ക് നമ്മൾ ചെല്ലുന്നതാണ് അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. ഇതെപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഓരോ ചോദ്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി എങ്ങനെ ചോദിക്കുന്നത്, അന്നത്തെ ദിവസം എന്തായിരിക്കും അത്? സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇൻഷാ അള്ളാഹ്. നെക്സ്റ്റ് വീക്ക് ഇനി എന്തെന്നാണ്? വിറ്റ്നസ്സസ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് വീക്ക് നമ്മൾക്ക് ആരാണ് നമ്മൾക്ക് വേണ്ടി വിറ്റ്നസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിറ്റ്നസ് ഫോർ ഓർ എഗെയിൻസ്റ്റ് അസ്, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ എന്താണ് വരാൻ പോകുന്നത്? സ്കെയിൽസ്. അതായത് ഇപ്പോൾ ബുക്ക് ഓഫ് ഡീഡ്സ് കിട്ടിയിട്ടേ ഉള്ളൂ, ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് വെയ് ചെയ്യും സ്കെയിൽസിൽ, മീസാനിൽ വെയ് ചെയ്യും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ജഡ്ജ്മെൻറ്റ് നടക്കാൻ. ഓക്കെ, അതായത് റിസൾട്ട് കിട്ടാൻ. ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രോസസ്സിലാണ് നമ്മളുള്ളത്. ഓക്കെ, റിസൾട്ട് കിട്ടാൻ ഇതെല്ലാം കഴിയണം. ഓക്കെ, അപ്പം ഇൻഷാ അള്ളാഹ് നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.